ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇന്ന് ലോകത്ത് 85% ആളുകളും 40-ാം വയസ്സാകുന്നതിനു മുമ്പേ തങ്ങളുടെ വരുമാനത്തിന്റെ പരമാവധി സാധ്യത കണ്ടെത്തിക്കഴിയുന്നു. പിന്നീട് 20 വർഷം അവർ അതേ പോയിന്റിൽ നിൽക്കും. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 85%ത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? അപ്പോ പറയൂ, ലേൺ സംതിങ് ഡെയിലി എന്ന ഈ ചെറിയ നിയമത്തിന് നിങ്ങളുടെ വരുമാനത്തെ 3 മടങ്ങാക്കാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ തലച്ചോറ് എങ്ങനെ നിങ്ങളെ പാവമാക്കി മാറ്റുന്നു? ന്യൂറോ സയൻസ് പറയുന്നു, മസ്തിഷ്കം സ്വാഭാവികമായും അലസമാണ്. അത് കുറഞ്ഞ ഊർജത്തിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ദിവസേന ഒരേ റൂട്ട്, ഒരേ ചിന്തകൾ, ഒരേ വരുമാനം. പക്ഷേ ഇവിടെയാണ് കെണി. എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ കട്ടിയാക്കുന്നു. അത് എക്സ്പെർട്ടീസ് അല്ല, റിജിഡിറ്റിയാണ്. കുരങ്ങിനെ പറ്റിച്ചൊരു പരീക്ഷണമുണ്ട്. ഒരു കുരങ്ങിന് 10 തവണ ഒരേ പസിൽ കിട്ടിയാൽ അത് ബോറടിക്കുന്നു. എന്നാൽ മനുഷ്യൻ സുരക്ഷിതത്വത്തിനു വേണ്ടി ആ ബോറടിയെ സ്വീകരിക്കുന്നു. എന്നാൽ ജോബ് മാർക്കറ്റ്, ലോകം, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2024 മാത്രം 50% സ്കില്ലുകൾക്കും ഡിമാൻഡ് കുറഞ്ഞു. ഇനി 5 വർഷത്തിനുള്ളിൽ AI-യും ഓട്ടോമേഷനും 70% റെപ്പറ്റീഷ്യസ് ജോലികളും ഏറ്റെടുക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന വെള്ളം കുടിച്ച് ദാഹം മാറ്റുകയാണ്. എന്നാൽ ലേണിംഗ് എന്ന ഊർജം കുടിക്കുന്നില്ല. അതുകൊണ്ടാണ് വരുമാനം സ്റ്റാഗ്നേറ്റ് ആകുന്നത്. ദ ലേൺ സംതിങ് ഡെയിലി റൂൾ അതെന്താണ്? ലേൺ സംതിങ് ഡെയിലി അല്ലെങ്കിൽ LSD എന്നത് ഒരു ഹാബിറ്റ് സ്റ്റാക്കിംഗ് ടെക്നിക്കാണ്. അത് പറയുന്നു, ഓരോ 24 മണിക്കൂറിലും നിങ്ങളുടെ പ്രൊഫഷണൽ വിജ്ഞാനത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജിൽ ഒരു പുതിയ അറിവ് ചേർക്കുക. അത് വലുതാകണമെന്നില്ല. ഒരു വാചകം, ഒരു ഫോർമുല, ഒരു കോൺസെപ്റ്റ്, ഒരു വാർത്ത, ഒരു കേസ് സ്റ്റഡി. 2 സുഹൃത്തുക്കൾ, രമേശും സുരേഷും, 2015-ൽ രണ്ടുപേരും ഒരേ കമ്പനിയിൽ ഒരേ ശമ്പളത്തിൽ ജോലി തുടങ്ങി. രമേശ് ദിവസവും ജോലി കഴിഞ്ഞ് 30 മിനിറ്റ് എക്സലിൽ പുതിയ ഷോർട്ട്കട്ട്സ് പഠിക്കും, ഒരു മാർക്കറ്റിംഗ് കേസ് സ്റ്റഡി വായിക്കും, ഒരു സ്മോൾ ബിസിനസ് ഐഡിയ എഴുതി വയ്ക്കും. അത്രമാത്രം. സുരേഷ് ജോലി കഴിഞ്ഞ് സോഫായിൽ കിടന്ന് യൂട്യൂബ് കാണും. ഇന്ന് 2026-ൽ രമേശിന്റെ ശമ്പളം 25 ലക്ഷം. സുരേഷ് ഇപ്പോഴും 6 ലക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. 10 വർഷത്തെ സ്മോൾ ഡെയിലി ലേണിംഗിന്റെ കോമ്പൗണ്ട് ഇഫക്റ്റ്, ഇതാണ് രഹസ്യം. ഒരു ദിവസം 0.1% പഠിക്കുക. അതുകൊണ്ടൊന്നും സംഭവിക്കില്ലെന്ന് തോന്നും. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 45% സ്മാർട്ടർ ആയിരിക്കും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ടോപ്പ് 1%-ലായിരിക്കും. നിങ്ങൾ ചിന്തിക്കുകയാണോ, ഇത് ശരിക്കും പ്രവർത്തിക്കുമോ എന്ന്? ഞാൻ പറയട്ടെ, അത് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം 3 ജയിലുകളിൽ നിന്ന് രക്ഷപ്പെടണം. മെന്റൽ പ്രിസൺസ്, അറിവിലേക്കുള്ള വഴിക്ക് മുന്നിലെ 3 മതിലുകൾ. പ്രിസൺ 1, ഇനഫിസം, എനിക്ക് ഇത്ര മതി എന്ന മട്ട്. ഒരു മത്സ്യം, അതൊരു ചെറിയ കുപ്പിയിലാണ് വളർന്നത്. എത്ര വളർന്നാലും കുപ്പിക്കപ്പുറത്തേക്ക് നീന്താൻ അതിന് കഴിഞ്ഞില്ല. പിന്നീട് കടലിലിട്ടു. അപ്പോഴും ആ മത്സ്യം ഒരു ചെറിയ സർക്കിളിൽ മാത്രമേ നീന്തിയുള്ളൂ. കാരണം ഇതാണ് എൻ്റെ ലോകം എന്ന അതിൻ്റെ മനസ്സ്. നിങ്ങൾ ഏതു മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, ആ മേഖലയിലെ കറന്റ് നോളജ് നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നുണ്ടോ? എനിക്കിതറിയാം എന്ന വാചകം എത്ര തവണ നിങ്ങൾ പറയുന്നു? തമാശയാണോ? ഈ എനിക്കറിയാം എന്ന മനോഭാവമാണ് നിങ്ങളുടെ വരുമാനത്തിന് പറ്റുന്ന ഏറ്റവും വലിയ അപകടം. വിപണി മാറുകയാണ്. നിങ്ങൾ അറിയുന്നത് ഇന്നലത്തെ വാർത്തയാണ്. ഇനഫിസം എന്നത് കരിയർ സൂയിസൈഡാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കറന്റ് സ്കിൽസെറ്റ് കൊണ്ട് 3 വർഷം കഴിഞ്ഞ് ജോലി കിട്ടുമോ? അതോ AI പറഞ്ഞു കൊടുക്കുമോ? പ്രിസൺ 2, ഇൻഫർമേഷൻ ഓവർലോഡ്, വിവരക്കൂമ്പാരം. ഇപ്പോൾ വിപരീത പ്രശ്നം. ഞാൻ പഠിക്കണം, പക്ഷേ എത്രയോ കാര്യങ്ങൾ ഇവിടെ തുടങ്ങും എന്ന ആശങ്ക. യൂട്യൂബ്, കോഴ്സെറ, ലിങ്ക്ഡിൻ ലേണിംഗ്, പോഡ്കാസ്റ്റ്, ബുക്സ്, ഇൻഫിനിറ്റ് സ്ക്രോൾ. ഇത് നിങ്ങളെ തളർത്തുന്നു. അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്നു. 90% ആളുകളും പഠിക്കാത്തത് വിവരമില്ലാത്തതുകൊണ്ടല്ല, വിവരങ്ങൾ അമിതമായതുകൊണ്ടാണ്. പരിഹാരം? ലേൺ സംതിങ് ഡെയിലിയിലൊരു റൂളുണ്ട്. 1-3-5 റൂൾ. 1 മേജർ ടോപ്പിക്, നിങ്ങളുടെ കോർ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വിഷയം, ആഴ്ചയിൽ 3 തവണ. 3 മൈക്രോ ടോപ്പിക്സ്, സ്മോൾ ഫാക്ട്സ്, കീബോർഡ് ഷോർട്ട്കട്ട്സ്, ലീഗൽ അപ്ഡേറ്റ്സ്, മാർക്കറ്റ് ട്രെൻഡ്സ്, ദിവസവും 5 മിനിറ്റ്.
5 മിനിറ്റ്സ് ഓഫ് റിഫ്ലക്ഷൻ. ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്, എങ്ങനെ അപ്ലൈ ചെയ്യും? 5 മിനിറ്റ്. ഇതിലധികം വേണ്ട, 1 മണിക്കൂറും വേണ്ട. ഡേ 1 മുതൽ ഡേ 30 വരെ 20 മിനിറ്റ് മാത്രം. പ്രിസൺ 3, ദ നോ മോണിറ്റൈസേഷൻ മിത്ത്. പഠിച്ചാൽ വരുമാനമില്ല എന്ന മിഥ്യ. ഏറ്റവും വലിയ തെറ്റ്. ഞാൻ പഠിക്കുന്നു, പക്ഷെ അത് പൈസയാക്കുന്നില്ല. സ്റ്റോപ്പ്. നിങ്ങൾ ലേണിംഗ് എന്നും ഇൻകം എന്നും വേർതിരിച്ചു. അതാണ് പ്രശ്നം. വിപണി വില കൊടുക്കുന്നത് എഫേർട്ടിനല്ല, സ്കേർസിറ്റിക്കാണ്. അപൂർവമായ അറിവുണ്ടോ, അപൂർവമായ സ്കിൽസ് ഉണ്ടോ, അതിന് വില കൂടുതലാണ്. ഉദാഹരണത്തിന് ChatGPT വന്നപ്പോൾ പലരും പേടിച്ചു. എന്നാൽ ലേൺ സംതിങ് ഡെയിലി ചെയ്ത ഒരാൾ 1 മാസം കൊണ്ട് അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇന്ന് അയാൾക്ക് ഒരു പ്രോംപ്റ്റിന് $50 കിട്ടുന്നു. ലേൺ ദെൻ ഏൺ. സൂത്രം ഇതാണ്: ലേൺ, അപ്ലൈ, ക്രിയേറ്റ് അസെറ്റ്, സെൽ. നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിച്ചു, ഉടനെ അത് ചെയ്തു കാണിക്കുക. ഒരു PDF ഉണ്ടാക്കുക, ഒരു യൂട്യൂബ് ഷോർട്ട് ഉണ്ടാക്കുക, നിങ്ങളുടെ ബോസിന് കാണിച്ചു കൊടുക്കുക. അപ്പോഴത് നോളജല്ല, വാല്യൂ ആയി മാറും. വാല്യൂക്ക് വില കൊടുക്കും. ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം? 5 പില്ലേഴ്സ്. ടെക്നിക്കൽ പില്ലർ 30%, നിങ്ങളുടെ കോർ സ്കിൽ. ഒരു അക്കൗണ്ടന്റിന് എക്സൽ ആൻഡ് പൈത്തൺ, ഒരു ഡിസൈനറിന് ഫിഗ്മ. ഫ്യൂച്ചർ പില്ലർ 20%, AI, ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ, ന്യൂ ടൂൾസ്. ഹ്യൂമൻ പില്ലർ 10%, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, ലീഡർഷിപ്പ്. റെസ്റ്റ് പില്ലർ 10%, ബ്രെയിൻ റെസ്റ്റ്, മെഡിറ്റേഷൻ ഓർ വാക്കിംഗ്. കേരളത്തിൽ നിന്ന് കൊച്ചിയിലുള്ള ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഉദ്യോഗസ്ഥൻ. അയാൾ ദിവസവും 15 മിനിറ്റ് UK അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു. 4 മാസം കൊണ്ട് അയാൾക്ക് UK-യിൽ നിന്ന് റിമോട്ട് ജോബ് കിട്ടി. ശമ്പളം 4 മടങ്ങ് വർദ്ധിച്ചു. അയാൾ ലേൺ സംതിങ് ഡെയിലിയുടെ ഡിസിപ്ലിൻ കൊണ്ടാണ് അത് നേടിയത്. നിങ്ങൾക്കും അത് ചെയ്യാം. വീഡിയോ ക്ലോസ് ചെയ്യും മുമ്പ് ഈ 5 കാര്യങ്ങൾ ചെയ്യുക. ഓപ്പൺ നോട്ട്സ് ആപ്പ്. എഴുതുക മൈ ഇൻകം ഗോൾ ഫോർ നെക്സ്റ്റ് 6 months ഡാഷ്. എഴുതുക ദ വൺ സ്കിൽ ദാറ്റ് വിൽ ഗെറ്റ് മീ ദെയർ ഡാഷ്. ഗൂഗിൾ ബെസ്റ്റ് ഫ്രീ റിസോഴ്സസ് ഫോർ ദാറ്റ് സ്കിൽ. ഷെഡ്യൂൾ നാളെ രാവിലെ 7 മണി മുതൽ 7:20 മണി വരെ ലേണിംഗ് ബ്ലോക്ക്. ഡിലീറ്റ് 2 unnecessary ആപ്സ് ഫ്രം യുവർ ഫോൺ. ഡിസ്ട്രാക്ഷൻ ഈക്വൽസ് പോവർട്ടി. നിങ്ങളിപ്പോൾ കേട്ടത് ലേൺ സംതിങ് ഡെയിലി. ഇതൊരു രഹസ്യമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത 3 വർഷത്തെ നിങ്ങളുടെ ജീവിതം ഇന്ന് തുടങ്ങുന്ന 20 മിനിറ്റ് സമയത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ലേൺ സംതിങ് ഡെയിലി കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ പ്രൊമോഷൻ, ഒരു സൈഡ് ഇൻകം, ഒരു പുതിയ കോൺഫിഡൻസ് ഇവ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നു, നോട്ട്ബുക്ക് എടുക്കുക, ഇന്ന് തുടങ്ങുക. 30 ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ സക്സസ് സ്റ്റോറി കമന്റിൽ എഴുതുക. ലേൺ സംതിങ് ഡെയിലി. That's the rule. That's the key. Screen fades out with text. Start now, not tomorrow.